ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് വീഡിയോ എടുക്കാം എനിക്ക് അത്ര വലിയൊരു സുഖം പോരാ. കാരണം എനിക്ക് പനി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചായ പിടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഹോസ്പിറ്റലിൽ പോകണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. അതേപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് രാവിലത്തെ ചായക്ക് കടിയുന്ന ഉപ്പുമാവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാൻ ഉപ്പുമാവൊക്കെ ഇതാക്കണ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ വല്ലാതെ കഴിച്ചാൽ പോകുന്നില്ല കേട്ടോ. പനിയൊക്കെ കാരണം ഫുഡ് കഴിക്കാനൊന്നും വല്ലാതെ പറ്റണമൊന്നുമില്ല. അങ്ങനെ ഞാൻ എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടോ. എന്താക്കണേ, ഒരുവിധം ഫുഡൊക്കെ നമ്മൾ ഏതായാലും കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ എൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അതുപോലെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതാക്കണേ ചാവി എടുത്തു. അതുപോലെ വാച്ച് എടുത്തിട്ടുണ്ട്. ഈ വാച്ച് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നല്ല അടിപൊളി വാച്ചാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ കൈമ വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ്ലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വാച്ചാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് ഇതാക്കണ് വെയിൽ അടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ വണ്ടി എത്ര കരുതിയാലും ഇതാക്കണ് ഈ ഒരു സംഭവം കണ്ടില്ല, പൂച്ച മാന്തിയതാണ് കേട്ടോ. അത് ഇതിൻ്റെ മേലെ എന്ത് ഇട്ടാലും അതൊക്കെ മാറ്റിക്കാണ്ട് പൂച്ച ഇവിടെ നല്ലപോലെ മാന്തിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സീറ്റാണ് കേട്ടോ. സീറ്റ് മാറ്റിയതായിരുന്നു, പൂച്ച മാന്തിയിട്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ സീറ്റ് ആകെ വീണ്ടും പൂച്ച മാന്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരക്കാണെങ്കിൽ ആകെ സീനേക്കാരം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ ഞാനിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇത് പാർക്കിങ്ങിന്റെ ഒരു സൈഡ് മാത്രമാണ്. അപ്പം ഞാനിതാക്കണ ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ഇതാണ് മുമ്പിലെ വരി കേട്ടോ. വല്ലാതെ തിരക്കൊന്നുമില്ല ഷീട്ട് എടുക്കുന്ന സ്ഥലത്ത്. അങ്ങനെ എൻ്റെ ടോക്കൺ എടുക്കേണ്ട സമയമായിട്ടോ. അപ്പോൾ ഇതാക്കണ ഞാനിങ്ങനെ ടോക്കൺ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കണോടത്ത് ഇവിടെ ഇതാക്കണ നല്ല തിരക്കാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ നമ്പർ 244 കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഏതായാലും ഇരിക്കുന്നുണ്ട്. ഇരിക്കാനൊക്കെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നമ്പർ ഇങ്ങനെ സ്ക്രീനിൽ തെളിയണങ്ങനെ ഞാനിതാക്കണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു മാസ്ക് ഇടുന്ന നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഇട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ എൻ്റെ ടോക്കൺ നമ്പർ എത്തി. അപ്പോൾ ഇതാക്കണ ഡോക്ടർ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു. ഇപ്പോൾ ഇതാക്കണ ഞാനിതാ മരുന്നിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. മരുന്നിന് വേണ്ടി വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതാക്കണ ഫാർമസിയിൽ നല്ല തിരക്കാട്ടോ. മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഭയങ്കര ചൂടെടുക്കൽ. അപ്പോൾ ഞാനൊന്ന് മാസ്ക് ഒന്ന് താഴ്ത്തി പിന്നീട് പൊന്തിച്ചു. അപ്പോൾ ഇതാക്കണ് ഇവിടെ ഇതാക്കണ് ഫാർമസിയിൽ നല്ല തിരക്കാട്ടോ. നല്ല തിരക്കാണ്, നല്ല പോലെ തിരക്കുണ്ട്. ഡോക്ടറെ കാണിക്കാനായിട്ട് നമുക്ക് ഒരു 3/4 മണിക്കൂർ സമയം വേണ്ടി വന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. ഇവിടെ 3/4 മണിക്കൂർ കൊണ്ടും തീരുമാനമാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാസ്കൊക്കെ താത്തുണ്ട്, കാരണം നല്ല ചൂട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നല്ല ഒടുക്കത്തെ തിരക്കാണ്, മുടിഞ്ഞ തിരക്കാണ്. അപ്പം ഞാൻ ഇവിടെ ഏതായാലും കുറച്ച് നേരം നിന്നപ്പോഴാണ് ഇവിടെ സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ടോക്കൺ അവിടെ വെക്കണം. അങ്ങനെ നമുക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാക്കണ് നമ്മൾ വണ്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാവരും പോയിക്കണ് കേട്ടോ. ഇവിടെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഇവിടുന്ന് ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇതാക്കണിപ്പോൾ ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ചായ ഇതാക്കണ ഇവിടെ ചൂടോടുകൂടി ചായ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാനിതാക്കണ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പല്ലിന് പിന്നിട്ടോണ്ട് തന്നെ ഇത് കുറച്ച് ചൂടാറിയിട്ടേ പറ്റുള്ളൂ. ഗായ്സ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് സൈസ് ഗുളികയും തന്നിട്ടുണ്ട്. അതുപോലെ ഒരു കുപ്പിമരുന്ന് കേട്ടോ. കുപ്പിമരുന്ന് ചുമക്കുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ അടുത്ത പരിപാടി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇതാക്കണ നല്ല കഞ്ഞിയും അതുപോലെ പയറും മുട്ട റോസ്റ്റും ഉമ്മ ഇതാക്കണ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയരിൻ്റെ കഞ്ഞിയാണ് കേട്ടോ നമ്മൾക്ക് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പനി ആയതുകൊണ്ട് തന്നെ ചെറിയരിൻ്റെ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാക്കണ പതുക്കെ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. പനി ആയതുകൊണ്ട് എന്താ അറിയില്ല, ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ പതുക്കെ ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മരുന്ന് കുടിക്കണം. അപ്പോൾ മരുന്ന് കുടിക്കാൻ വേണ്ടി ഞാനിതാക്കണ് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കുപ്പി മരുന്നും ഉണ്ട് കേട്ടോ. കുപ്പി മരുന്ന് 3 നേരം ഉണ്ട്. അതുപോലെ ഒരു ഗുളിക 3 നേരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയാണല്ലോ സമയം. അപ്പോൾ നേരെ ഞാനിതാക്കണ് ഇങ്ങനെ ഗുളിക പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗുളിക കുടിക്കലൊക്കെ കഴിഞ്ഞു. ഗായ്സ് അങ്ങനെ എൻ്റെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണുമ്മലൊക്കെ കളിച്ചിരുന്നു. പിന്നെ കണ്ടുകണ അങ്ങോട്ട് ഉറങ്ങി പോകുന്നു കേട്ടോ. പിന്നെ എപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പം സമയം നോക്കുമ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചായ കുടിക്കണം. 4 മണിക്കത്തെ ചായ 6 മണിക്കാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നേരെ മുഖമൊക്കെ കഴുകിയിട്ട് വേണം ചായ എടുക്കണം. അപ്പോൾ നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ചായക്ക് കടി ബിസ്ക്കറ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ പറ്റുള്ളൂ. പല്ലിന് പിന്നിട്ടോണ്ട് തന്നെ ബിസ്ക്കറ്റൊക്കെ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ചായക്ക് കടി ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുക എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേയുള്ള ശീലമാണ്. ഗായ്സ് അങ്ങനെ എൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേനി, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിയും കഞ്ഞിയാണ് കേട്ടോ. പനി ആയതുകൊണ്ട് തന്നെ ഫുൾ കഞ്ഞിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇതാക്കണ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി ഏതായാലും ഉറങ്ങാൻ പോകണം. കാരണം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ അല്ല, കുറച്ച് എനർജിയൊക്കെ കുറവുണ്ടാവും. കാരണം എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മാക്സിമം വീഡിയോ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.